നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യസംഗീതമേ, നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ. നീ എൻ സർഗ സൗന്ദര്യമേ. പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. ഗോപുരം നീളെ 1000 ദീപം ഉരുകി ഉരുകി മെഴുകു തിരികൾ ചാർത്തും മധുരമൊഴികൾ കിളികൾ അതിനെ വാഴ്ത്തും. മെല്ലെ ഞാനും കൂടെ പാടുന്നു നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യസംഗീതമേ. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ബൈജു ആണ്. ബൈജുവിനൊരു ഭാഗ്യമുണ്ട് കേട്ടോ. 2024 ലാസ്റ്റ് എപ്പിസോഡാണ് ഗുഡ് ഈവനിങ് ഗൾഫിലെ ലാസ്റ്റ് എപ്പിസോഡിലെ ഇന്നത്തെ ഡിസംബർ 31 ഗസ്റ്റ് ബൈജു. എല്ലാ വർഷവും ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത 2025 ആകുമ്പോൾ ഞാൻ അന്ന് അനുജയുടെ കൂടെ അന്ന് ഗുഡ് ഈവനിങ് ഗൾഫ് ചെയ്യാനായിട്ട് പോയിരുന്നു. ഓർത്തിരിക്കാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഫിദോഷായിരുന്നു തോന്നുന്നു, അതിൻ്റെ അങ്ങേ വർഷം ഫിദോഷായിരുന്നു. ഫിദോഷിനെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഇന്ന് ഈ ഭാഗ്യം കിട്ടിയേക്കുന്നത് തീർച്ചയായിട്ടും ബൈജുവാണ്. ബൈജു നല്ല വോയിസ് ആയിട്ടോ, ഒരു രക്ഷയില്ല. അറിയാം ആ പാട്ട് എത്രത്തോളം ജ്ഞാനസ്ഥനാണെന്ന് അറിയാൻ പറ്റും. കാര്യം നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യസംഗീതമേ, നിന്റെ സങ്കീർത്തനം ഓരോ ആ എടുത്തതിനകത്ത് അറിയാം. കാര്യം കറക്റ്റ് വന്ന ഗ്ലൈഡ് വന്ന് അങ്ങനെ വീണ് അത് അങ്ങനെ കിട്ടില്ല. അവിടെ വരുമ്പോൾ ചിലർക്കൊരു കൺഫ്യൂഷൻ വരും. ഇത് എങ്ങനെയാ അത് കറക്റ്റായിട്ട് ആ പടം വരച്ചണക്ക് അങ്ങോട്ട് വന്ന് വീണ് കേട്ടോ. അതിനകത്ത് മനസ്സിലായി നല്ല ജ്ഞാനസ്ഥനാണ്. നല്ല വോയിസ്, നന്നായിട്ട് പാടി. ആ ഫാസ്റ്റായിട്ട് വരുന്ന ആ ഒരു സംഗതിയൊക്കെ ഇങ്ങനെ വന്നു. നല്ല സോഫ്റ്റ് ലാൻഡിങ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ടേക്ക് ഓഫ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിളിക്കാം. താഴെ കാണുന്ന നമ്പറിലേക്ക് 0588041310 0585231310 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ എല്ലാവർക്കും വിളിച്ചിട്ട് ഈ കഴിഞ്ഞു പോയ വർഷം 2024 നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹാപ്പിനെസ് കൊണ്ടുവന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അല്ലേ ബൈജു? ഒരുപാട്. അപ്പം എല്ലാവരും, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 2024 ബൈ 2024 എന്ന് പറയും. നമ്മൾ ഹാപ്പി ആയിട്ട് പറഞ്ഞേക്കാം 2024 അല്ലേ. നമ്മൾ ഈ 2024 എന്ന വർഷം നമ്മൾ ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം സമ്മിശ്രമായിരുന്നു. പക്ഷേ നമുക്കെല്ലാം നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ആയിട്ട് 2024 പറഞ്ഞു വിടുക. നമ്മൾ സന്തോഷത്തോടെ 2025 സ്വീകരിക്കുമ്പോൾ 2024 മറക്കാതിരിക്കുക. അതിൽ നിന്നും കുറേ പാഠങ്ങൾ ഉൾക്കൊള്ളുക, നല്ലത് ഉൾക്കൊള്ളുക, ചീത്തയൊക്കെ തള്ളിക്കളയുക. ഓക്കെ, വന്നതൊക്കെ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർത്ത് വെക്കുക. ചീത്ത കാര്യങ്ങളും ഓർക്കണം. കാര്യം അതിൽ നിന്നേ നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ ടു എവരിവൺ. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. നമുക്ക് അടുത്ത പാട്ടിലേക്ക് അങ്ങോട്ട് പോകാം. ഏതാ? മൈക്ക് ഓഫ് ചെയ്യണ്ട കേട്ടോ, ഓണായി തന്നെ കേട്ടോ ഓൾവേസ്. അപ്പം അടുത്തത് ഏതായിരുന്നു പറഞ്ഞത് എന്നോട്? നമ്മുടെ വേണിച്ചേട്ടൻ്റെ രാരീരം. ഓക്കെ, വേണിച്ചേട്ടൻ അദ്ദേഹത്തിന് വലിയ ഡെഡിക്കേഷനോടെ ആയിക്കോട്ടെ അല്ലേ. രാരീരം രാരോ രാരീരം രാരോ പാടി രാക്കിളി പാടി പൂമിഴികൾ പൂട്ടിമെല്ലെ നീയുറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ
മന്ത്രങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തു വെൺതാരങ്ങൾ പൂത്തു മന്ദാരങ്ങൾ രാരി രാരീരം രാരോ പാടി രാക്കിളി പാടി കന്നിപ്പൂമാനം പോറ്റും തിങ്കൾ ഇന്നെൻ്റെ ഉള്ളിൽ വന്നുദിച്ചു പൊന്നോമൽ തിങ്കൾ പോറ്റും മാനം ഇന്നെൻ്റെ മാറിൽ ചാഞ്ഞുറങ്ങി പൂവിൻ കാതിൽ മന്ത്രമോദി പൂങ്കാറ്റായി വന്നതാരോ പൂവിൻ കാതിൽ മന്ത്രമോദി പൂങ്കാറ്റായി വന്നതാരോ ഈ മണ്ണിലും ആ വിണ്ണിലും പൊന്നോമൽ കുഞ്ഞിനാരി കൂട്ടായി വന്നു രാരി രാരീരം രാരോ പാടി രാക്കിളി പാടി രാരി രാരീരം രാരോ. ബൈജു നാട്ടിലെവിടെയാ ചോദിച്ചില്ല. നാട്ടിൽ കോഴിക്കോട് അടുത്ത് കൊളത്തൂർ എന്ന് പറയും. കുളത്തൂർ. വൈഫ് ഷമീന അല്ലേ? ഷമീന. ഷമീനാണോ ഷാമിനാണോ? ഷമീനയുടെ വീടും അവിടെ അടുത്താണ്. അപ്പം ഷമീനോട് അന്വേഷണം പറയാൻ ഞാൻ പുള്ളിക്കാരിയും വരുമെന്ന് വിചാരിച്ചു. ഇല്ല, അന്ന് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ ന്യൂ ഇയറിന് വല്ല പായസം എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ടോ? സ്പെഷ്യൽ എന്തെങ്കിലും? അത് കഴിഞ്ഞ് നമ്മള് ആഘോഷിക്കാൻ പോവാണ്. എവിടെയാണ്? ദുബായിലേക്കാണോ? എവിടെ താമസിക്കുന്നത്? എവിടെ താമസം? ഇവിടെ ഷാർജയിൽ തന്നെയാണ്. ദുബായിലേക്കാണോ ഇന്ന് യാത്ര? ഇന്ന് ദുബായിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹമുണ്ട്, ട്രാഫിക് അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. അതാണ് എല്ലാവരുടെയും പ്രശ്നം. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഷാർജ ഫ്രം ദുബായ് ടു ഷാർജ നല്ല തിരക്കുണ്ട്. ഓഫീസ് കഴിഞ്ഞ് വരുന്ന ഒരു സമയത്ത് കുറെ ഞാനൊരു 4:45 ഇറങ്ങിയതാ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത്രയും എത്ര സമയം കഴിഞ്ഞു. ഇന്നിപ്പോ എല്ലാവരും ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ട്രാഫിക്കാണ്. എന്തായാലും ട്രാഫിക്കും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിൽ എല്ലാവരും ശ്രദ്ധിക്കുക അല്ലേ? ഒരുപാട് എന്താണ് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓടിക്കുക. അതൊക്കെ പറയാനുള്ളൂ. നമ്മൾ ആഘോഷങ്ങൾ എപ്പോഴും വേണം, പക്ഷേ നമ്മളെ കൂടെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക അല്ലേ? ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക. അതിപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം ഇങ്ങനെ പാഞ്ഞാണ് വണ്ടിയൊക്കെ വരുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. കാര്യം നമ്മൾ ശ്രദ്ധിച്ചാലും ഓരോരുത്തരും ശ്രദ്ധിച്ചാലേ ആക്സിഡൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. മാക്സിമം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക, അത്രയേ ഉള്ളൂ പറയാൻ. ആഘോഷങ്ങൾ നമുക്കിനിയും വേണം, 2026 വേണം അല്ലേ? അപ്പോൾ നമുക്ക് ആഘോഷങ്ങൾ തുടങ്ങാം. ഇന്നത്തെ ആഘോഷം ഫസ്റ്റ് ട്രാക്കിലേക്ക് പോട്ടെ. ഏത് പാട്ടാ? നമുക്കൊരു ഈ 2 മലയാളം പാടിയില്ലേ, ഇനിയൊരു തമിഴ് പാട്ടാവും. തീർച്ചയായിട്ടും. ബൈജു വളരെ പാവമാട്ടോ. അതെന്താ? ഭയങ്കര പാവമാണ്, ഭയങ്കര സോഫ്റ്റാണ്. സംസാരമൊക്കെ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര പാവം. വീട്ടിലെങ്ങനെ തന്നെയാണോ? അത് ചോദിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത്. വീട്ടിലെങ്ങനെയാണ്? വീട്ടിൽ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ ശരിയല്ലല്ലോ. എന്നാലും നമ്മളെ കുറിച്ചൊരു ഒരു ഇതുണ്ടല്ലോ. പൊതുവേ ഞാൻ കാമൻ ക്വയറ്റാണ്, നേച്ചറാണ്. കാമൻ ക്വയറ്റാണ്. ഷാമിന ഭാഗ്യവതി കേട്ടോ. അല്ല, പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യന്മാരാണ്. ദേഷ്യങ്ങളൊക്കെ വരാം. സന്തോഷത്തിൽ നമ്മൾ കൂടുതൽ ആഹ്ലാദിക്കാം. അങ്ങനെ പോട്ടെ, നന്നായിട്ട് പോട്ടെ. അവളിപ്പോഴും ഹാപ്പി ആയിട്ട് പോട്ടെ കേട്ടോ. അപ്പം ഫസ്റ്റ് ഏതായിരുന്നു തമിഴ് സോങ്? ഏതാണ് തമിഴ് സോങ്? നമ്മുടെ ദാസാർ പാടിയ കണ്ണേ കലയമാനെ. സൂപ്പർ പാട്ട്. കന്നിമയിലിനെ കണ്ടേനുനെ ഞാനേ, കണ്ണേ കലമാനെ കന്നിമയിലിനെ കണ്ടേനുനെ ഞാനേ, അന്തിപ്പകലുനെ நான் பார்க்கிறேன், ஆண்டவனை இதைத்தான் கேட்கிறேன். ராதிராரோ ഓരാരിരോ രാരിരാരോ ഓരാരിരോ, കണ്ണേ കലമാനെ
கொடுத்தே. 7 என்றால் அதிலொரு அமைதி. நீயோ கிளிப்பேடு வன் பாடும் ஆனந்த குயில் பேடு. ஏனோ தெய்வம் செதி செய்தது, பேதை போல விதி செய்தது. கண்ணே கலைமானே கன்னிமயிலினை கண்டேனுனை நானே. அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனே இதைத்தான் கேட்கிறேன். ராரிராரோ ஓராரிரோ, ராரிராரோ ஓராரிரோ. കാതൽ കൊണ്ട് കനവിനെ വളർത്തേ. കൺമണി ഉனை நான் കരുത്തിനിൽ നിറത്തേ. ഉനക്കേ ഉയിരാണ് എന്നാളും എന്നെ മറവാതെ. നീയില്ലാമൽ ഏതു നിമ്മതി, നീ താനിന്നു എൻ സന്നിധി. കണ്ണേ കലൈമാനെ കന്നിമയിലിനെ കണ്ടേനുനെ ഞാനേ. അന്തിപ്പകലുനെ താൻ പാർக்கிறേ, ആണ്ടവനെ ഇதை താൻ കേட்கிறേ. രാരിരാരോ ഓരാരിരോ, രാരിരാരോ ഓരാരിരോ, രാരിരാരോ ഓരാരിരോ, രാരിരാരോ ഓരാരിരോ. നന്നായിട്ട് പാടിയ. ഇന്ന് താരാട്ട് പാട്ടിൻ്റെ ബഹളം. ആരും ഉറങ്ങരുത് കേട്ടോ, ഇന്ന് ഫയർ വർക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഏതെങ്കിലും ആൽബത്തിലോ സീരിയലിലോ സിനിമയിലോ ഒക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ആഗ്രഹമുണ്ട്. ആഗ്രഹം എന്നാലും പറ്റിയൊരു മുഖമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് പറഞ്ഞതാ. ബിരിയാണി വാങ്ങിച്ചു തരണം കേട്ടോ ഇവിടെ. അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഏതോ ഒരു ഇങ്ങനെ വൈദ്യനെ കാണുമ്പോൾ ഏതോ ഒരു ഫിലിം ആക്ടറിൻ്റെ ഒരു സീരിയസ്ലി നല്ലൊരു ഫേസ്, അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിൽ 2024 തീരുമ്പോഴൊന്നും കുറച്ചൊക്കെ സന്തോഷിപ്പിക്കണ്ടേ? 2025 എല്ലാം ആയി. നല്ല തല്ലി 25 കൊണ്ടിട്ട്. ഇനി നന്നായിട്ട് പാടി. അടുത്ത പാട്ട് ഏതാണ്? അടുത്തത് നമ്മളെ വെണ്ണില കൊമ്പിലെ രാപ്പാടി. മോഹൻലാലിൻ്റെ അനിയത്തി മറ്റേ ദിവ്യ ഉണ്ണിക്ക് വേണ്ടി പാടിക്കൊടുക്കുന്ന പാട്ട്. ഉസ്താദ്. ഓക്കെ, അത് തന്നെ. എപ്പോഴും ആ ഒരു ആങ്ങള പെങ്ങളൊരു റിലേഷൻ ഭയങ്കര രസമാണ് അല്ലേ? നല്ലൊരു പാട്ടാണ്. പാടിക്കും, നന്നായിട്ട് പാടിക്കും. കൊമ്പിലേരാപ്പാടി എന്നും മീയേട്ടെന്ത് ചിങ്കാരി. വെണ്ണില കൊമ്പിലേരാപ്പാടി എന്നും മീയേട്ടെന്ത് ചിങ്കാരി. മഞ്ഞുനീർ തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ.
കുമ്പിലെ പാടി എന്നും ഏട്ടെൻ്റെ ചിങ്കാരി. കാർത്തിക നാൾ രാത്രിയിലൻ കൈക്കുമ്പിളിൽ വീണമുത്തേ, കൈവളർന്നും മെയ്വളർന്നും കൺമണിയായി തീർന്നതല്ലേ നിൻചിരിയും നിൻമൊഴിയും പുലരി നീലാവായി പൂത്തതല്ലേ നിൻചിരിയും നിൻമൊഴിയും പുലരി നീലാവായി പൂത്തതല്ലേ. വെണ്ണിലാ കുമ്പിലെ പാടി എന്നും ഏട്ടെൻ്റെ ചിങ്കാരി. കന്നിമുകിൽ കോടി ചുറ്റി പൊൻവെയിലിൻ മിന്നുകെട്ടി സുന്ദരിയായി സുമംഗലിയായി പടിയിറങ്ങാൻ നീയൊരുങ്ങും ഈ വിരഹം ക്ഷണികമല്ലേ എന്നെന്നും നീ എന്നരികിലില്ലേ. ഈ വിരഹം ക്ഷണികമല്ലേ എന്നെന്നും നീ എന്നരികിലില്ലേ. വെണ്ണിലാ കുമ്പിലേരാ പാടി എന്നും ഏട്ടെൻ്റെ ചിങ്കാരി. മഞ്ഞുനീർ തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ. അനിയത്തിയുണ്ടോ? ഇല്ല. ഇല്ലേ? ഒരാളാണോ? ഇല്ല, ഞങ്ങൾ 3 ആൺകുട്ടികളാണ്. ആഹാ, മൂത്തതാളാണോ അതോ? മൂത്താൾ. ഏറ്റവും മൂത്താൾ. മറ്റവരൊക്കെ എന്ത് ചെയ്യുന്നു? 2 അനിയന്മാർ, 2 പേരും ഇവിടുത്തുണ്ട്. ഇവിടെ ഉണ്ട്. മാരീഡ് ആണ് എല്ലാവരും? അതെ അതെ. ആ ശരി. അവരുടെയൊക്കെ പേരെന്താ? ഒരാള് റിയാസ്. ആലോചിക്കുന്നു. റിയാസ്. രണ്ടാമത്തെ ആള് സുഹാഗ്. അവിടെ വെക്കണ്ട. സുഹാനോ? സുഹാഗ്. സുഹാഗ്. ആലോചിക്കാൻ കേട്ടോ റിയാസെ. ആനിയന്റെ പേരാണ് ആലോചിക്കാണ്. ആരാണ്? അവരിവിടെയാണ്. ചുമ്മാ പറഞ്ഞാടോ. അയ്യോ കുടുംബമൊന്നും ഉണ്ടാക്കില്ലേ. കേട്ട് കഴിഞ്ഞിട്ട് വേണം അവരെന്നെ. അവരിവിടെ തന്നെയാണ്? ഷാർജ തന്നെയാണോ? അല്ല, ഒരാള് അബുദാബി, ഒരാള് ദുബായ്. ശരി. കാണാറുണ്ടോ ഇടയ്ക്കൊക്കെ? ഓ, കാണാറുണ്ട്. ഓക്കെ. റിയാസെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു പ്രോഗ്രാം കാണുന്നുണ്ടാവുമോ? ആർക്കറിയാം. എൻ്റെ പൊന്നോ, ഞങ്ങൾ ക്ലോസ് ആയതുണ്ട്. അത്രയും ക്ലോസ് ആയിട്ട് പറഞ്ഞു പോകുന്നതായിട്ട്. എനിവേ, ഞാൻ ഇന്നലെ നമ്മുടെ അനീഷേട്ടന് വേണ്ടിയിട്ട് ഒരു പാട്ട്, അനീഷേട്ടൻ ഒരു പാട്ട് ചോദിച്ചിരുന്നു. അനീഷേട്ടൻ കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട്, കാണുകയാണെങ്കിൽ കേട്ടിട്ട് വിളിക്കണം കേട്ടോ. അപ്പം അനീഷേട്ടന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ പാട്ട്. അനീഷേട്ടൻ പറഞ്ഞിട്ടാണ് ഈ പാട്ട് ഞാൻ പഠിക്കുന്നത് തന്നെ, ആദ്യമായിട്ട് പഠിക്കുന്നത്. ഒരു തവണ പാടി കൊടുത്തിട്ടുണ്ട് എപ്പോഴും, ലാസ്റ്റ് ഇയർ എപ്പോഴോ പാടി കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയറോ അതിന് മുമ്പ് തൊട്ട് മുമ്പത്തെ ഇയറോ.
അപ്പം എന്തായാലും ഇത് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു അനീഷേട്ടൻ. അപ്പം അനീഷേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട്, എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട്, കാവൽ എന്ന സിനിമയിലെ പാട്ടാണ്. കേട്ടിട്ട് വിളിക്കണം കേട്ടോ. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലാ. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലാ. ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ, മെഴുകിൽ തീർത്ത തിരിയായുള്ള തെളിയും നാളിതാ. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലാ. കിനാവായി തോന്നിയോ നിലാവിൻ കൂട്ടിലേ ദിനങ്ങൾ പാതിരാവുകൾ മായുമ്പോഴും തനിച്ചേ വാടുമീ മനസ്സിൻ ചില്ലയിൽ തുടുക്കും ചായമേകിയോ ഇന്നാദ്യമായി. പൂങ്കാറ്റിൻ്റെ ഈ താരാട്ടിലലിയാൻ വന്നിടാം. ഈറൻമേൽ പൂക്കുന്ന വഴിയിൽ നിന്നിടാം. അരുതേ കനവേ ഇനി മായരുതേ. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലാ. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലാ. ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ, മെഴുകിൻ നീർത്ത തിരിയായുള്ള തെളിയും നാളിതാ. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലാ. നല്ല രസമല്ലേ ഈ പാട്ട്? നല്ല മെലഡിയാണ്, നല്ല രസമാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ട്രാക്കാണ്. ആ നല്ല രസമാണ്. സാധാരണ രീതിയിൽ നമ്മൾ മെലഡി നന്നായിട്ട് പാടും. പാടി നന്നായിട്ട് പാടി. താങ്ക് യു. മെലഡി പാടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്കത് ഉൾക്കൊണ്ട് പാടാൻ പറ്റും. ഈ ഫാസ്റ്റ് നമ്പർ പാടുന്നതിനേക്കാളും ഫാസ്റ്റ് നമ്പർ ആകുമ്പോൾ ഒരുമാതിരി ഇങ്ങനെ ഹരിബരി അല്ലേ, നമ്മൾ ഫീൽ എവിടെ കൊടുക്കണമെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. ഇതാകുമ്പോൾ നമ്മൾ ആസ്വദിച്ച് പാടും.
അനീഷേട്ടന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? ഏതാണ് അടുത്ത പാട്ട്? നമ്മളൊരു മിക്സ് ആയിട്ടാണ് നമ്മളിപ്പോൾ ചേർന്നത്. ഇത് അവിയൽ പരുവം. അതെ അവിയലായിട്ട് നമ്മളിപ്പോൾ തമിഴ് പാടി, മലയാളം പാടി, ഇനി ഒരു ഹിന്ദി ആയിക്കോട്ടെ. ഹിന്ദി മിക്സ് ആണോ? മൊത്തം ഹിന്ദിയാണോ? മൊത്തം ഹിന്ദി. മൊത്തം ഹിന്ദിയാണ്. ഹിന്ദി പാട്ടുകൾ മിക്സ് ചെയ്തത്? അല്ലല്ല, ഹിന്ദി മാത്രം. അത് തന്നെ. എത്ര പാട്ടുണ്ട്? ഹിന്ദി ഒരു പാട്ട്, ഒറ്റ പാട്ട്. ആ ഓക്കെ. അല്ല, അവിയലാണെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന് അവിയൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് മുരിങ്ങൊക്കെ ഉണ്ടാവും. അല്ല, ആദ്യം നമ്മൾ മലയാളം പാടി, പിന്നെ ഒരു തമിഴ് പാടി, അങ്ങനെ. ഓക്കെ, അങ്ങനെ. ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് പാടുമല്ലോ, ചെയിൻ സോങ് അതാണെന്ന് വിചാരിച്ചു. ഓക്കെ, എൻ്റെ തെറ്റിത്തറഞ്ഞ കേട്ടോ. ഏത് പാട്ടാ? നമ്മുടെ ഏ അജ്നബി, ദിൽസേല് പണ്ട് നമ്മുടെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ശരി. ये अजनबी तू भी कभी आवाज दे कहीं से, ये अजनबी तू भी कभी आवाज दे कहीं से। मैं यहाँ टुकड़ों में जी रहा हूँ, मैं यहाँ टुकड़ों में जी रहा हूँ, तू कहीं टुकड़ों में जी रही है। ये अजनबी तू भी कभी आवाज दे कहीं से, ये अजनबी तू भी कभी आवाज दे कहीं से। रोज रोज रेशम सी हवा आते जाते कहती है बता, रेशम सी हवा कहती है बता, वो जो दूध दुली मास वो मैं कल, वो है कहाँ कहाँ है, वो रोशनी कहाँ है, वो जान सी कहाँ है। मैं अधूरा तू अधूरी जी रही है। ए अजनबी तू भी कभी आवाज दे कहीं से, ए अजनबी तू भी कभी आवाज दे कहीं से। मैं यहाँ टुकड़ों में जी रहा हूँ, मैं यहाँ टुकड़ों मैं जी रहा हूँ, तू कहीं टुकड़ों में जी रही है। ये अजनबी तू भी कभी आवाज दे कहीं से। पाखी पाखी पर
लेकिन तेरी मुस्कुराहट है, चेहरा कहीं नहीं है पर तेरी आहटे है। तू है कहाँ कहाँ है, तेरा निशा कहाँ है, मेरा जहाँ कहाँ है। मैं अधूरा तू अधूरी जी रही है। ए अजनबी तू भी कभी आवाज दे कहीं से। ए अजनबी तू भी कभी आवाज दे कहीं से। मैं यहाँ टुकड़ों में जी रहा हूँ, मैं यहाँ टुकड़ों में जी रहा हूँ, तू कहीं टुकड़ों में जी रही है। ये अजनबी तू भी कभी आवाज दे कहीं से। ये अजनबी तू भी कभी आवाज दे कहीं से। എല്ലാം വഴങ്ങും, എല്ലാ ലാംഗ്വേജും വഴങ്ങും കേട്ടോ. പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ ചെറിയ പ്രായത്തിൽ? പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ, പക്ഷെ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എത്ര വർഷം പഠിച്ചു? ഒരു 7 വർഷം. അത്രയും പഠിച്ചു? ആഹാ. അപ്പം കീർത്തനമൊക്കെ എത്തിയിട്ടുണ്ടാവുമല്ലോ? എത്തും, പിന്നെ നിർത്തും, പിന്നെ അത് അതിന് തുടങ്ങും. സപ്തസ്വരങ്ങൾ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കും അല്ലേ? അതാണ് സംഭവിക്കുന്നത്. ഷാമിന് പാടത്തില്ല അല്ലേ? ഷാമിന് പാടില്ല, പാടത്തില്ല. ഡാൻസ് ചെയ്യും. ആ ഡാൻസറാ, അതെനിക്കറിയാം. ഓക്കെ, ഇനി അടുത്ത സോങ്ങിലേക്ക് പോകും. ഏതാ അടുത്തത്? ഒരു വിളിച്ചപ്പോൾ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ഇട്ടങ്ങ് പാട്ട് പാടിപ്പിക്കുമോ അനുജയെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ഓക്കെ, ഏതാണ്? വെള്ളാരം 2024 നമുക്ക് പാടി പൊട്ടിക്കലാശിക്കാം. വെള്ളാരം കുന്നിൽ അതാണോ? വെള്ളാരം കുന്നിലേറി സുദീപ് കുമാർ പിന്നെ ചിത്രയും നമ്മുടെ സ്വപ്നസഞ്ചാരി എന്ന പാടിയ വെറുതെ ഒന്ന് പാടി. വെള്ളാരം കുന്നിലേറി. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ശരി. വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ നിന്നതാരേ. ചെന്തെങ്ങിൻ പീലി വീശി മെല്ലോല കാറ്റിലാടി കുന്നോളം സ്വപ്നങ്ങൾ നെയ്തതാരേ നെയ്തതാരേ. മഴയിലുണരുന്നൊരീ വയൽ നിരകളിൽ പുളകമണിമാലകൾ കളിച്ചിരികളായി ചക്കരത്തേൻ മാവ് പുത്തരിക്കായ്ക്കുമ്പോ തത്തകൾ പാടുന്ന കിന്നാരം. ഇത്തിരി പൂക്കൊണ്ട് ചുറ്റിലും പൂക്കാലം പിച്ചകക്കാടിന്റെ പൂത്താലം. നിറമേഘങ്ങൾ കടന്നിടുന്നു കുളിരുഞ്ഞാലിൽ വരുമോ. വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ നിന്നതാരേ.
കവിളുകൾ ഞൊറിയുന്നൊരീ കുളിരരുവിയിൽ പുതിയ പുലർവേളകൾ കസവിഴകളാ നെറ്റിയിൽ ചാന്തുള്ള ചെമ്മണിച്ചേലുള്ള തുമ്പിതൻ തമ്പുരു മൂളാറായി കിന്നരിക്കാവിലെ കൊന്നകൾ പൂക്കുമ്പോ കുഞ്ഞിളക്കാറ്റിന്റെ തേരോട്ടം ഇനി എന്നെന്നും മലർ കൈ നീട്ടാ കണി കാണാനായി വരുമോ വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ നിന്നതാരേ ചെന്തെങ്ങിൻ പീലി വീശി മെല്ലോല കാറ്റിനാടി കുന്നോളം സ്വപ്നങ്ങൾ നെയ്തതാരേ നെയ്തതാരേ കേട്ടോ എസ്പെഷ്യലി പല്ലവി അനുപല്ലവിയുടെ എൻഡിൽ അന്ന് അത് ഞാൻ അതിങ്ങനെ വന്നങ്ങ് വീട് കോളിൻ്റെ നമസ്കാരം ഗുഡ് ഈവനിങ് ഗൾഫിലേക്ക് സ്വാഗതം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ്? എൻ്റെ പേര് ഷമി എന്നാണ്. ഞാൻ അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഫീമെയിൽ വോയിസുള്ള ഒരു പാട്ടാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ട്. സ്വർണ്ണമുഖിലേ ആ പാടാണോ? യെസ് യെസ്, പഴയതാണ്. 4 വരി പാടിയാൽ മതിയോ? അല്ലെങ്കിൽ ഫുള്ള് ഞാൻ നാളെ പാടിത്തരും. ഏതാന്ന് വെച്ചാൽ അങ്ങനെ ഇവര് ഞാൻ 4 വരി പാടിത്തരും. എനിക്ക് അറിയാവുന്ന രീതിയിൽ പാടിത്തരാം കേട്ടോ. എന്താ പേരെന്താണ്? ഷമി. ഷമി. എന്താണ്ട് നമ്മുടെ ഗസ്റ്റിനോടൊന്ന് സംസാരിച്ചോ. ഗസ്റ്റ് ആരാണ്? ഞാൻ കണ്ടു. ഓക്കെ, പാടിത്തരാം കേട്ടോ. 4 വരി പാടിത്തരാം. എന്നിട്ട് ഫുള്ള് പിന്നെ ഒരു ദിവസം ഞാൻ പാടിത്തരാം, നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു, സെയിം ടു യു. ബൈ. സ്വർണ്ണമുഖിലേ 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 സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ. ശരിക്കും പറഞ്ഞാൽ വരികൾ അറിയത്തില്ല, പഠിച്ചിട്ട് എന്തായാലും ഞാൻ ഷമിക്ക് വേണ്ടി പാടിത്തരാം. പക്ഷെ പാടിയ വരികൾ സൂപ്പറായിരുന്നു. ആണോ? താങ്ക് യു. പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ള ജോൺസൺ മാഷിൻ്റെ ഒരു ഭയങ്കര ആയിട്ടുള്ള ചിത്ര ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങാണ്. നല്ല ഫീലൊരു പാട്ടാണ്. കോളുണ്ടോ? നമസ്കാരം. എന്റെ പേര് വാസുദേവ്. വാസുദേവ്. വസുദേവ്. വസുദേവ്. ആഹാ, ഹാപ്പി ന്യൂ ഇയർ മകനെ. ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ഒരു അങ്കിൾ ഇവിടെ നിൽപ്പുണ്ട്. അങ്കിൾ ഇങ്ങനെ മോനെ നോക്കി നല്ല ഗ്ലാമറുള്ള ഒരു അങ്കിൾ ഇല്ലേ മോനെ? വസുദേവ് അങ്കിള് അല്ല, വസുദേവ്. സംസാരിച്ചോ മോനെ? ഹായ് വസുദേവ്. ഹായ് അങ്കിൾ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല. അങ്ങനെ പറയല്ലേ, പറയടാ, എന്തെങ്കിലുമൊക്കെ പറയേ. ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ? ഫയർ വർക്ക്സ് കാണാൻ പോവാ. ആഹാ, എവിടെയാ പോണേ? ദുബായ്, ഷാർജ, എവിടെ, ഏത് ഏരിയയിലാ പോണത്? ഷാർജ അൽമജാസിൽ. കോർണിഷില്. അവിടെ സീറ്റൊക്കെ ബുക്ക് ചെയ്താ? ബുക്ക് ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്തോ? അതെ. മോനെ വസുദേവേ കുട്ടാ, ചക്കര പാട്ട് പാടുവോ? പാടുവോ? അപ്പൊ നമുക്ക് വേണ്ടി 4 പേര് പോരട്ടെങ്ങ. ഏത് പാട്ടാ പാടണ്ടേ? ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ
കടലിൽ കാതിൽ മഴയായി പാടൂ കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കടൽ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. ആ അതാരാണ് ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ കൊച്ചിനെ ചിരിപ്പിച്ചാരാണ്? ആരില്ല. ആഹാ അമ്മ അവിടെ നിന്നിട്ട് മിണ്ടില്ലെന്ന് പറയുന്നുണ്ടോ? ഇന്ന് മൊത്തത്തിലൊരു മെലഡി വൈബാണ്. മെലഡി വൈബാണ്. വസുദേവ് തന്നെയാണ് മെലഡിയാണ് പാട്ട്. മോനെ നന്നായിട്ട് പാടിട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഈ അങ്കിളിന് വല്ല പണിയും കൊടുക്കാനുണ്ടോ? എന്തോ എന്തെങ്കിലും പണി കൊടുക്കാനുണ്ടോന്ന്? പാട്ട് റിക്വസ്റ്റ് വല്ലതും ഉണ്ടോന്ന്? ഇല്ല. നമ്മള് പറഞ്ഞാ പാടുവോ? ആ പിന്നല്ല, അങ്ങനൊക്കെ ചോദിക്കുവോ? നമ്മൾ പറഞ്ഞാലല്ലേ പാടുള്ളൂ. അല്ല, ഞങ്ങള് പറഞ്ഞാ നിങ്ങൾ പാടുവോ? തീർച്ചയായിട്ടും പറഞ്ഞോ. അറിയാവുന്ന പാട്ടാണെങ്കിൽ പാടിത്തരൂടാ. നീ ധൈര്യമായിട്ട് ചോദിക്ക്. ഏതേലും ഒരു പാട്ട് പാടാം. ആഹാ, അത് അങ്ങനെ ഒരു പാട്ടുണ്ടോ? ഏതോ ഒരു പാട്ടാണ്. ഏതെങ്കിലും ഒരു പാട്ട്. അടുത്ത പാട്ട് വസുദേവനെ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. കേട്ടോ, ലാസ്റ്റ് സോങ്. അപ്പം അമ്മയോടും അച്ഛനോടും ഒക്കെ അന്വേഷണം പറയൂ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ പറയൂ കേട്ടോ. ഓക്കെ, ഇനി വിളിക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ. ആന്റിനെ വിളിക്കുവോ? ശരി, ഓക്കെ ഓക്കെ ഫൈൻ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോഴേ 2024 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോ സെക്കൻഡ്സ്, ഓരോ മിനിറ്റ്സ്, ഓരോ മണിക്കൂറുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ബൈജുവിനും ഫാമിലിക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ ഒരുപാട് 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 ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. ഒരു കോൾ. നമസ്കാരം, ഗുഡ് ഈവനിങ്, ഗൾഫിലേക്ക് സ്വാഗതം. നമസ്കാരം. 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 ഇന്ന് 2024 നമസ്കാരം ഒക്കെ ഒറ്റയടിക്ക് തീർക്കുവാണോ? അനീഷേട്ടാ പാട്ട് കേട്ടായിരുന്നോ? ഇഷ്ടായോ? താങ്ക് യു. ഞാനത് പാടിക്കൊണ്ടിരിക്കുക. ചൊരിയൂ തൂമഴ. അവിടെയോ ഒരു മഴ വന്നു. മഴയുടെ ആളാണ് കേട്ടോ. ഇത് നമ്മുടെ കൂടെ ഉള്ളത് ബൈജു ആണ് കേട്ടോ. ബൈജുവിനെ കാണുന്നുണ്ട് ഞാൻ. ഒറ്റൊരു പാട്ടാ മിസ്സായിട്ടുണ്ട്. ഏതാ? ആദ്യത്തെ പാട്ട് കേട്ടില്ല, മിസ്സായി പോയോ? ഓക്കെ, സംസാരിച്ചു. മലയാളം, തമിഴ് എല്ലാം കേട്ടു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏതോ ഒരു സ്റ്റാർ നിന്ന പോലെ ഉണ്ട് നമുക്ക് പരിചയമുള്ള അല്ലേ? കണ്ടോ എല്ലാവരും? ബൈജു വിചാരിച്ച ഞാൻ കളിയാക്കി പറഞ്ഞതാണ്. പക്ഷേ ഞാൻ കള്ളം ഉത്തരം പറയത്തില്ലെന്ന് അനീഷന് അറിയാലോ. നമ്മൾ ഉള്ളത് പോലെ പറയും. താങ്ക് യു കേട്ടോ. മുഖപരിചയമുള്ള ഒരാളിങ്ങനെ അതെ, നല്ല പരിചയമുള്ള ഒരാളിവിടെ നിൽക്കുന്ന പോലെ തോന്നും. അടുത്തറിയുന്ന ആണോ? ചിലപ്പോൾ നമ്മൾ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അതെ അതെ അതെ. എവിടെയാണ്? ഇവിടെ തന്നെ, ഷാർജയിലാണ്. അങ്ങനെയല്ല അനീഷേട്ടൻ ഉദ്ദേശിച്ചത്. അനീഷേട്ടൻ പറഞ്ഞത് സിനിമയിലൊക്കെ കണ്ട്, ആൽബത്തിലൊക്കെ കണ്ട്, സീരിയലിലൊക്കെ കണ്ട് പരിചയമുള്ള മുഖം എന്നാ പറഞ്ഞത്. എന്നും മനസ്സിലായില്ലേ? ഇന്നത്തേക്കുള്ളതായി. ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് വെക്കും? എനിവേ അനീഷേട്ടാ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. വിഷ്ണുവിനും ഹോൾ ക്രൂ ഒക്കെ നല്ലൊരു. അനീഷേട്ടാ 2 വരി പാടുവോ? അനീഷൻ അതുമാത്രം ചോദിക്കാന്ന് അറിയാം. അനീഷൻ പറയുന്നത് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എത്ര വേണോലും തരും, പക്ഷേ പാടാൻ മാത്രം പറയുന്നതായിരിക്കും പറയണ്ടേ അല്ലേ? എനിവേ അനീഷേട്ടാ അടുത്ത ദിവസം. അതെ, ഒരു നല്ല പാട്ടും കൂടെ കേൾക്കട്ടെ. ശരി ശരി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം ബൈജു നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു കോൾ ഉണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്, ഗൾഫിലേക്ക് സ്വാഗതം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പേര് പറയൂ. ഷമീന. ഷമീന. അതെ അതെ. ബൈജുവിന്റെ വൈഫാണോ? ആ മനസ്സിലായി. നമ്മൾ സൗണ്ടൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെയാണല്ലേ? ആ ഞങ്ങൾ ഇവിടെ നിന്നുണ്ട് ബൈജുനെ ഇങ്ങനെ പൊക്കി കൊണ്ടുപോകായിരുന്നു. കാര്യം ഞങ്ങൾ പറഞ്ഞു ഫിലിം സ്റ്റാറിനെ ഒരു ഫേസ് കണ്ടിട്ട് ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടിട്ട് വിളിച്ചതാണോ എന്നൊരു സംശയം. ഓക്കെ, അപ്പൊ വിളിച്ചത് എന്തായാലും താങ്ക്സ് കേട്ടോ. ഭയങ്കര ഹാപ്പിയായി. ന്യൂ ഇയർ ഭയങ്കര സ്പെഷ്യലായി.
അപ്പൊ വെറുതെ ഒന്ന് ഡയലോഗ് ഇത് നോക്കിയതാണ്, അപ്പൊ കിട്ടി. താങ്ക് യു ഷമി. താങ്ക് യു. ബൈ. ഫൈനൽ സോങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഫൈനൽ സോങ്ങിലേക്ക് പോവാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് 2025 വരവേൽക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് 2024 സന്തോഷകരമായിട്ട് പറഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഫൈനൽ സോങ്ങിലാണ്. ഫൈനൽ കോൾ ഉണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ റൈസയാണ്. ഞാൻ 1-2 വട്ടം വിളിച്ചിട്ടുണ്ട് മുന്നേ. ആരാണ്? എന്താണ് വിശേഷം? റൈസ. എൻ്റെ പേര് റൈസ. എൻ്റെ റൈസ, സോറി ഫോർ എന്താണ്, ഞാൻ ഒരുപാട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ചില ദിവസങ്ങളിൽ ഈ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കും ഏത് പേരിലാണ് ഞാൻ സേവ് ചെയ്തതെന്ന് കേട്ടോ റൈസ. ഒരുപാട് സോറി കേട്ടോ, ഒത്തിരി സോറി പറയണം. അയ്യോ അല്ല, അതുകൊണ്ടല്ല മോളെ, എന്നുവെച്ചാൽ എനിക്ക് ഏത് നമ്പറിലാണ്, എനിക്കൊരു സത്യം പറഞ്ഞാൽ പ്രായം ചെല്ലുന്നതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ മെമ്മറിയൊക്കെ കുറഞ്ഞു വരുന്നത് കേട്ടോ. എന്തായാലും ഇന്ന് ഞാൻ നമ്പർ എടുത്തിട്ട് റേസ എന്നും പറഞ്ഞ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടേക്കും ഞാനത്. ഓക്കെ, ഉമ്മ ഇങ്ങനെ ചാനൽ മാറ്റുമ്പോഴേ ഇങ്ങനെ ഉമ്മ വെക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഇന്ന് ഓഫീസില് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ ഞാൻ കണ്ടപ്പോ നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നത്. താങ്ക് യു. പാട്ട് കേട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പുറക്കാരന്റെ പാട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണല്ലോ. ഞാൻ പാസ് ചെയ്ത് വന്നപ്പോഴാണ് കണ്ടത്. അപ്പൊ ഇനിയാണ് കേൾക്കാൻ പോണത്. ഞാൻ ഉടനെ തന്നെ വിളിച്ച് ട്രൈ ചെയ്ത് നോക്കിയതാ. എന്തായാലും നെക്സ്റ്റ് വീക്ക് റൈസ് ഇവിടെ ഉണ്ടാവും കേട്ടാ. ഓക്കെ, വേണ്ട നമ്മുടെ കൂടെ ബൈജു ആണ് കേട്ടോ. ബൈജുനോട് ഒരു ഹായ് പറയൂ. ഹായ് ബൈജു. ഹായ് റൈസ. രണ്ടുപേരും പാടാവോ? ഞാൻ എന്റെ കുറച്ച് പനിയായിട്ടിരിക്കുകയായിരുന്നു. എനിവേ നമുക്ക് നെക്സ്റ്റ് വീക്ക് എന്തായാലും നമുക്ക് ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ ഡിയർ. അപ്പൊ ഞങ്ങൾ ഫൈനൽ സോങ്ങിലേക്ക് പെട്ടെന്ന് ഒന്ന് പൊക്കോട്ടെ കേട്ടോ. അപ്പൊ ഞാൻ വിളിക്കാം, ഐ വിൽ കോൺടാക്ട് യു ഡെഫിനറ്റ്ലി. ഞാൻ അന്നും ഞാനൊരു വാക്ക് പറഞ്ഞു, അതിന് സോറി, 1000 times സോറി. ഇറ്റ്സ് ഓക്കെ ഡിയർ, ബൈ. നമുക്കൊരു ഫൈനൽ സോങ് പല്ലവി അനുപല്ലവിയും പാടി നിർത്താം. ഓക്കെ, പെട്ടെന്ന്. ഏത് പാട്ടാ? എല്ലാം ഇപ്പോൾ ഒരു ഉറക്കത്തിൻ്റെ വൈബിലേക്കുള്ള പാട്ടാണല്ലോ. ഇനി വീണ്ടും നമ്മളെ കിലുകിൽ പമ്പരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിലുക്കത്തിലൊരു പാട്ട്. ശരി. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവൂ പനിനീർ ചന്ദ്രികേ ഇനി ഈ പൂങ്കവിൾ കുളിരിൽ മെല്ലെ നീ തഴുകുവാവൂ ചഞ്ചകം ചഞ്ചകം മേടമഞ്ഞും മൂടുമീ കുന്നും പൊയ്കയും പാൽനിലാവിൻ ശയ്യയിൽ മയങ്ങും വേളയിൽ താളം പോയ നിന്നിൽ മേയും നോകുമാ താനേ വീണുറങ്ങൂ തെന്നിൽ കന്യകേ താരകങ്ങൾ തുന്നുമീ രാവിൻ മേനാവി
അറിയാതമ്പിളി മയങ്ങുവാവോ ചാഞ്ചക്കം